നിങ്ങളുടെ തണലിലല്ല ഞങ്ങൾ വളർന്നത്. ഇവരുടെ ആരുടെയെങ്കിലും ചീട്ടിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല. നമസ്കാരം. യക്ഷി പിടിച്ച നമ്പൂതിരിയെ രക്ഷിക്കാൻ കോശാപ്പള്ളിക്കും പള്ളിപ്പുറത്തിനും കഴിഞ്ഞില്ല. അറിയില്ലേ ആ കഥ? രാത്രി സഞ്ചാരത്തിനിറങ്ങിയ ഒരു നമ്പൂതിരിക്ക് പിന്നാലെ വേഷം മാറിയ ഒരു യക്ഷി കൂടി. അവൾ സുന്ദരിയായ ഒരു തരുണിയെപ്പോലെ അയാളെ പ്രലോഭിപ്പിച്ചു. കോശാപ്പള്ളി ഇല്ലത്തെ തിരുമേനിക്ക് മനസ്സിലായി ഇവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് യക്ഷിയാണെന്ന്. വിവരമറിഞ്ഞപ്പോൾ നമ്പൂതിരി ഭയന്ന് വിറച്ചു. യക്ഷി പിടിച്ച നിന്നെ ഞാൻ രക്ഷിച്ചാൽ ഈ കുടുംബത്ത് സന്തതിനാശമുണ്ടാകുമെന്ന് പറഞ്ഞ് കുറേ കല്ലുകൾ ജപിച്ചു കൊടുത്തു നമ്പൂതിരി. കോശാപ്പള്ളി. യക്ഷി അടുത്തു വരുമ്പോൾ കല്ലുകൾ ഓരോന്നായി പുറകിലേക്കെറിഞ്ഞ് ഓടിക്കൊള്ളണം, തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ ഓടിയ നമ്പൂതിരിക്ക് പിന്നാലെ യക്ഷിയും കൂടി. ഒടുവിൽ കല്ലെല്ലാം തീർന്നു പോയി. യക്ഷി തന്നെ പിടിച്ചു തിന്നുമെന്നായപ്പോൾ ഓടി പള്ളിപ്പുറം തിരുമേനിയുടെ ഇല്ലത്ത് കയറി. അദ്ദേഹവും താൽക്കാലിക രക്ഷയ്ക്കായി തൻ്റെ വിഴുപ്പ് തോർത്തെടുത്ത് നമ്പൂതിരിക്ക് കൊടുത്തു. യക്ഷി അടുത്തു വരുമ്പോൾ തോർത്ത് വീശുക, നേരെ ഓടി ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവുക. നിന്നെ രക്ഷിക്കാൻ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് വിഴുപ്പ് തോർത്ത് പുറത്തേക്ക് എറിയണം. പക്ഷേ വിഴുപ്പ് തോർത്ത് പുറത്തേക്ക് എറിഞ്ഞതും യക്ഷി കാലിൽ കയറി പിടിച്ചതും ഒന്നിച്ചായിരുന്നു. ഒടുവിൽ സാക്ഷാൽ ചോറ്റാനിക്കര അമ്മ ഇറങ്ങി വന്ന യക്ഷിയുടെ തല കൊയ്താണ് നമ്പൂതിരിയെ രക്ഷിച്ചത്. ഒരു പഴയ കഥ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ഒരു വെപ്രാളമാണ് ഇപ്പോൾ CPM-ൽ കാണുന്നത്. യക്ഷിയെപ്പോലെ ED പിടിച്ച വീണയെ രക്ഷിക്കാൻ പിണറായി വിജയൻ്റെ ഭൂതഗണങ്ങളുടെ കല്ലുകൾക്കും കട്ടയ്ക്കും കഴിഞ്ഞില്ല. അതോടെ പ്രാണവെപ്രാളത്തിലായ വീണയെ രക്ഷിക്കാൻ AKG ഇല്ലത്തെ മഹാമാന്ത്രികനായ ഗോവിന്ദ തിരുവടികൾ വിപ്ലവത്തിൻ്റെ വിഴുപ്പ് തോർത്തെടുത്ത് വീശി തുടങ്ങി. അതുകൊണ്ടും രക്ഷയുണ്ടാകുമെന്ന് തോന്നുന്നതേയില്ല. ED വീണയുടെ കാലിൽ പിടുത്തമിട്ട് കഴിഞ്ഞു. വീണയെ മാത്രമാണ് പിടികൂടിയതെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കൈ കഴുകാമായിരുന്നു. ഇപ്പോഴിതാ വീണാകാന്തൻ റിയാസിനെയും പിടികൂടിയിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുതലക്കുളം മൈതാനിയിൽ ചേർന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഗോവിന്ദൻ്റെ പ്രസംഗം കേട്ട് ED വിറച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും റിയാസിനെ EDക്ക് വിട്ടുകൊടുക്കില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കേസാണ്. പറഞ്ഞു വീണക്കമ്പിയും വീണ കമ്പനിയും തമ്മിൽ ഗോവിന്ദന് മാറിപ്പോകുമോ എന്ന സംശയമുണ്ടായി. ഗോവിന്ദൻ്റെ ഭയം ഇപ്പോൾ മറ്റൊന്നാണ്. AKG സെൻറ്ററിൻ്റെ വിലാസത്തിലാണല്ലോ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അന്വേഷണം അങ്ങോട്ട് കയറി ചെന്നാൽ തന്നെയായിരിക്കും പൊക്കുക എന്ന് ഗോവിന്ദനറിയാം. മുതല പിടിച്ച തായ്ക്കണ്ടി കുടുംബത്തെ രക്ഷിക്കാനായി ഇന്നലെ മുതലക്കണ്ടം മൈതാനിയിൽ CPM ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. EDയുടെ രാഷ്ട്രീയം എന്നതായിരുന്നു വിഷയം. ഒരു കാരണവശാലും മുഹമ്മദ് റിയാസിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ED ഒരു കാലിൽ പിടിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഗോവിന്ദൻ റിയാസിൻ്റെ മറ്റേ കാലിൽ പിടിച്ച് ഇങ്ങോട്ട് വലിക്കണം. എന്തെങ്കിലും കാരണവശാൽ റിയാസിനെ ചോദ്യം ചെയ്യാനോ മറ്റോ വിളിച്ചാൽ വീണ്ടും ഒരാൾക്കൂട്ടത്തെ വരുത്തി തടയുകയാണ് ഗോവിന്ദൻ്റെ ലക്ഷ്യം. കല്ലെറിഞ്ഞ വകയിൽ 10-20 ചെറുപ്പക്കാരെയാണ് 67 ദിവസത്തോളം അകത്തിട്ടത്. ഗോവിന്ദൻ പക്ഷേ വീണയുടെ കമ്പനിയെ എക്സാ ലോജിക് എന്നൊന്നും പറയില്ല, എക്സ് ലോജിക് എന്നേ പറയൂ. അല്ലെങ്കിൽ തന്നെ ലോജിക്കില്ലാത്ത ആ കമ്പനിയെ എന്ത് വിളിച്ചാലെന്താണ്? അതൊരു ഭയങ്കര കമ്പനിയാണ് പോലും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ ചോദ്യം ചെയ്യാൻ വേറെ ആർക്കും അവകാശമില്ല പോലും. ഓരോ ദിവസവും എന്തിനാണ് ED ഇങ്ങനെ പത്രക്കുറിപ്പ് ഇറക്കുന്നത് എന്ന കാര്യത്തിലാണ് ഗോവിന്ദനും ആശങ്ക. ഇതിലേറ്റവും വലിയ തമാശ, മുതലക്കുളത്ത് ഗോവിന്ദന് പ്രസംഗിക്കാൻ ആരോ കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തിരുന്നു. ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കാൻ പോകുന്ന തീപ്പൊരി പ്രസംഗം വാങ്ങി ഒന്ന് വായിച്ചു നോക്കി അവസാനവട്ട തിരുത്തലുകൾ നടത്തി റിയാസ്. ഇന്നോളം ചാനൽ ചർച്ചകളിൽ അനിൽകുമാറും ജയിക്കും അരുൺകുമാറും പറഞ്ഞതിനപ്പുറം ഒന്നും തന്നെ പറയാൻ ഗോവിന്ദനില്ല. അന്വേഷണം പിണറായി വിജയനിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കമാണ് ED നടത്തുന്നത്. അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗോവിന്ദൻ്റെ പാർട്ടിയാണ് നന്നാകാനുള്ള വഴി തേടി പൊതുസമൂഹത്തോട് അഭിപ്രായങ്ങൾ തിരക്കിയത്. വാട്സാപ്പിലേക്ക് 20,000-ലധികം നിർദ്ദേശങ്ങൾ വന്നു. അത് തരംതിരിച്ചു നോക്കാൻ AI സംവിധാനത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. AI ടൂൾ എല്ലാം വേർതിരിച്ച് വയ്ക്കുമ്പോൾ കടക്ക് ഗോവിന്ദ പുറത്തെന്നായിരിക്കും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഉടൻ ഗോവിന്ദൻ പറയും അത് AI ആണ്, വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. പിണറായിയെയും എന്നെയും നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കാമെന്ന് ആരും കരുതണ്ട എന്നും മുൻകൂർ ജാമ്യം എടുത്തിരുന്നു ഗോവിന്ദൻ. ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ ഉറങ്ങാത്ത കന്റോൺമെൻറ്റ് ഹൗസും ഗോവിന്ദൻ ഉറങ്ങാത്ത AKG സെൻറ്ററും എന്ന നിലയ്ക്കായി ഇപ്പോൾ കാര്യങ്ങൾ. ഗോവിന്ദൻ ഇപ്പോൾ ഭയങ്കരമായി ദേഷ്യങ്ങളൊക്കെ വരുന്നുണ്ട്.
മുൻപല്ലുകൊണ്ട് ചിരിക്കുമ്പോഴും അണപ്പല്ലുകൊണ്ട് ഞർമ്മിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഹോ, എന്തായാലും ജൻസി കാലത്തെ വിപ്ലവം വന്ന് വീണയിലേക്ക് ഒതുങ്ങിയല്ലോ ഗോവിന്ദ. ഒരു തവണ കൂടി എറണംകെട്ടവന്മാർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അച്ഛനും മക്കളും എല്ലാം കൂടി AKG സെന്റർ അടക്കം വിറക് വിലയ്ക്ക് വിൽക്കുമായിരുന്നു. ഗോവിന്ദൻ്റെ കുറേ പതിവ് വാചകങ്ങളുണ്ട്. അതിലൊന്നാണ് വക്രീകരിക്കുക, മറ്റൊന്ന് പ്രക്രിയ. ഈ ഗോവിന്ദൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു കാര്യവും. അവരുടെ മാസപ്പടി ലിസ്റ്റിൽ PV എന്നും OC എന്നും RC എന്നും ഒക്കെ ഉണ്ടത്രേ. അവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത്. ആ PV പിണറായി വിജയനാണെന്നും പുള്ളിക്കറിയില്ല. അല്ലയോ ഗോവിന്ദ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനത്തിനായി ധനം ശേഖരിക്കുന്നതല്ല ഇവിടെ വിഷയം. ബാർ മുതലാളിമാരുടെയും പാറമടക്കാരുടെയും എല്ലാം കയ്യിൽ നിന്നും എല്ലാ പാർട്ടികളും ഇഷ്ടം പോലെ വാങ്ങി നക്കാറുണ്ട്. പക്ഷേ അപ്പൻ മുഖ്യമന്ത്രിയായതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാതെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ മകൾ മാസപ്പടി വാങ്ങിയതാണ് ഇവിടെ വിഷയം. എന്ന് വെച്ചാൽ അധികാര ദുർവിനിയോഗം. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്നത് തന്നെയാണ് വിഷയം. അതിപ്പോഴും ഗോവിന്ദന് മനസ്സിലായിട്ടില്ല. സ്വന്തം കുടുംബത്തെ ഈടി വേട്ടയാടുമ്പോൾ പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് കവലപ്രസംഗം നടത്തിച്ച് എന്തൊക്കെ പറയണമെന്ന് എഴുതി കൊടുത്ത റിയാസാണ് കേമൻ. എന്തായാലും പാർട്ടിക്ക് നാളെയും ഒരു സെക്രട്ടറി ഉണ്ടാകും. പക്ഷേ പാർട്ടിയിൽ ആളുണ്ടാകില്ല ഇങ്ങനെ പോയാൽ. റിയാസിനൊപ്പം റെയ്ഡിന് വിധേയനായി നിഖിൽ എന്ന സഖാവ് പറയുന്നത് എൻ്റെ ഭാര്യയുടെ പേരിലാണ് കമ്പനി എന്നാണ്. അപ്പോൾ അയാളുടെ ഭാര്യയ്ക്കും കമ്പനിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഴുത്ത സഖാക്കളുടെ എല്ലാം ഭാര്യമാരുടെ പേരിൽ കമ്പനിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്പനി പാർട്ടിയായി മാറി ഇത്. ഗോവിന്ദൻ മാഷ് ഇത്രയൊക്കെ അടിച്ചു പരത്തി കുഴച്ചുമറിച്ച് പ്രസംഗിച്ചിട്ടും അന്തങ്ങളുടെ കയ്യടിക്കൊന്നും ഒരു ബലം പോരാ. പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ കസേര കാലിയാക്കി ജനം ഇറങ്ങിത്തുടങ്ങി. പിണറായി ചെയ്തു കൂട്ടിയതിൻ്റെ ബാക്കിയായി ഗോവിന്ദൻ ഈ പാർട്ടിയെ കാലിയാക്കി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് AKG സെന്ററിൻ്റെ തടിപ്പെട്ടിയിൽ പ്രമാണം ഭദ്രമായിട്ട് ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. സ്വന്തം ഭാര്യ ദുർമാർഗത്തിലൂടെ കാശുണ്ടാക്കിയതിനെപ്പറ്റി പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുമെന്ന് പറയുന്ന റിയാസാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. നിങ്ങൾ രാഷ്ട്രീയപരമായോ കായികപരമായോ എങ്ങനെ വേണമെങ്കിലും നേരിട്ടോ. എന്തായാലും ജനം നിങ്ങളെ ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ കൈകാര്യം ചെയ്ത് കിടത്തിക്കഴിഞ്ഞു.